എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടിക്കാലം മുതൽ ഈ വാമ്പയർ, ഹൊറർ അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കേട്ടിട്ട് വളർന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെയുള്ള സിനിമകളും ഡ്രാമാസൊക്കെ കാണാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടമായിരിക്കും. അതുപോലൊരു വാമ്പയർ ഗേളിൻ്റെ ഒരു സ്റ്റോറിയാണിത്. ഇത് 500 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വാമ്പയറാണ്. ആ ഒരു വേമ്പയറും അതുപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണിത്. ഇവർക്ക് തമ്മിൽ അവസാനം ഒന്നിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇതൊരു ഡ്രാമയല്ല, ഒരു കുഞ്ഞു മൂവിയാണ്. ഒരു എപ്പിസോഡ് മാത്രമേ ഇതിനുള്ളൂ. ഇവളൊരു വാമ്പയർ ആണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഇവളെ ഉപേക്ഷിച്ച് പോകുമോ അതോ രണ്ടുപേരും ഒന്നിക്കുമോ എന്നൊക്കെ നമുക്കിതിൽ കണ്ടറിയാൻ പറ്റും. ഇവളൊരു വാമ്പയർ ആണെങ്കിലും ഇവളങ്ങനെ മനുഷ്യരെ ആരെയും ഉപദ്രവിക്കില്ല. ഇവൾ മൃഗങ്ങളുടെ ബ്ലഡാണ് കുടിക്കുന്നത്. അതും ചിക്കൻ കടയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ബ്ലഡ് വാങ്ങിച്ചാണ് അവൾ കുടിക്കുന്നത്. അവൾക്ക് ആരെയും ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഒരു സമയത്തിൽ അവളെ കൺട്രോൾ നഷ്ടപ്പെടുകയും അവൾ ഇവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ്റെ കഴുത്തിൽ കടിക്കുന്നുണ്ട്. അത് അവൻ്റെ ശരീരത്തിലെ ബ്ലഡ് ലോസ് ആവുകയും ഇവൻ തലയിറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ട്. പകൽ സമയമാണ്, അവൾക്ക് സൂര്യൻ്റെ രശ്മി കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവനെ രക്ഷിക്കാൻ വേണ്ടി അവൾ സ്വയം ഇല്ലാതാകാൻ വരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം മൊത്തം പൊള്ളുന്നുണ്ടായിരുന്നു. അത് അവനും കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് അവൻ്റെ ബോധം വീണ്ടും പോവാണ്. അവളെ ജീവൻ നഷ്ടപ്പെട്ടാലും അവനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവളെ ശ്രമിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.